നമസ്കാരം. കാവൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പൂട്ടി മുങ്ങി. പൊതുജനങ്ങളുടെ അടിയന്തര കത്തുകൾ കൈപ്പറ്റാതെ മടക്കി. ഒടുവിൽ പൊതുഭരണ വകുപ്പിന്റെ വിചിത്ര വിശദീകരണം. കേരളത്തിലെ കാവൽ മന്ത്രിസഭാ കാലയളവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ഒരു വിവാദമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. പൊതുജനങ്ങൾ മുഖ്യമന്ത്രിക്ക് അയച്ച രജിസ്റ്റേർഡ് തപാൽ കത്തുകൾ ഓഫീസ് കൈപ്പറ്റാതെ തിരികെ അയച്ച സംഭവത്തിൽ പൊതുഭരണ വകുപ്പ് നൽകിയ വിശദീകരണവും അതിനെ തുടർന്നുള്ള പുതിയ പരാതികളും രാഷ്ട്രീയ ഭരണതലങ്ങളിൽ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതുവരെ പിണറായി വിജയൻ കാവൽ മുഖ്യമന്ത്രിയായി തുടർന്നിരുന്ന കാലയളവിലാണ് ഈ സംഭവം നടന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ സമയത്ത് വിവിധ ജില്ലകളിൽ നിന്നുള്ള നിരവധി സാധാരണക്കാർ മുഖ്യമന്ത്രിക്ക് രജിസ്റ്റേർഡ് തപാൽ മുഖേന പരാതികളും അപേക്ഷകളും അടിയന്തര വിഷയങ്ങളും അയച്ചിരുന്നു. എന്നാൽ ഇവയിൽ ചില കത്തുകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വീകരിച്ചില്ലെന്നാണ് തപാൽ രേഖകൾ സൂചിപ്പിക്കുന്നത്. ഓഫീസ് പ്രവർത്തിക്കുന്നില്ല എന്ന കാരണത്താൽ തപാൽ വകുപ്പ് കത്തുകൾ അയച്ചവർക്ക് തന്നെ തിരിച്ച് നൽകിയെന്നാണ് വിവരം. ഇതാണ് പിന്നീട് വലിയ വിവാദത്തിന് വഴിവെച്ചത്. ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകി. അതിന് മറുപടിയായാണ് പൊതുഭരണ വകുപ്പ് ഔദ്യോഗിക വിശദീകരണം നൽകിയിരിക്കുന്നത്. പൊതുഭരണ വകുപ്പിന്റെ വിശദീകരണം അനുസരിച്ച് 2026 മെയ് 4 മുതൽ കാവൽ മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങൾ പ്രധാനമായും പുതിയ സർക്കാരിന്റെ അധികാരമേൽക്കലുമായി ബന്ധപ്പെട്ട നടപടികളിലേക്കാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഓഫീസ് മുഴുവനായും പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനും രേഖകൾ ക്രമീകരിക്കുന്നതിനുമുള്ള വൈൻഡപ്പ് നടപടികളിലായിരുന്നതിനാൽ ആ സമയത്ത് തപാൽ വകുപ്പ് എത്തിച്ച ചില കത്തുകൾ കൈപ്പറ്റാൻ സാധിച്ചിരുന്നില്ല എന്നാണ് വിശദീകരണത്തിൽ പറയുന്നത്. എന്നാൽ ഈ വിശദീകരണം തന്നെ കൂടുതൽ ചോദ്യങ്ങൾക്ക് വഴിവെക്കുന്നതാണെന്ന് പരാതിക്കാരൻ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് ആരോപിക്കുന്നു. കുളത്തൂർ ജയ്സിന്റെ വാദം ഇങ്ങനെയാണ്. പൊതുഭരണ വകുപ്പ് പറയുന്നത് പോലെ ആ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചിരുന്നില്ലെങ്കിൽ അതേ ദിവസങ്ങളിൽ ഓഫീസിലെ ജീവനക്കാർ ഔദ്യോഗികമായി ജോലിയിൽ ഹാജരായതായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? സർക്കാർ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൈപ്പറ്റിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നിയമസാധുത എന്താണ്? ഈ വിഷയത്തിൽ ജീവനക്കാരുടെ ഹാജർ രേഖകൾ, ശമ്പള വിതരണം, ഓഫീസ് പ്രവർത്തന രേഖകൾ എന്നിവ ഉൾപ്പെടെ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് കുളത്തൂർ ജയ്സിംഗ് ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവാദത്തിന് കാരണമായ സംഭവങ്ങളിൽ തൃശൂർ പരവട്ടി സ്വദേശിയായ മുഹമ്മദ് അഷ്റഫിന്റെ ഭാര്യ ഷഫ്ന അയച്ച രജിസ്റ്റേർഡ് കത്തും ഉൾപ്പെടുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇതുകൂടാതെ നിരവധി സാധാരണക്കാരുടെ കത്തുകളും സ്വീകരിക്കപ്പെടാതെ തിരികെ അയക്കപ്പെട്ടതായി പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കാവൽ മന്ത്രിസഭയുടെ കാലയളവിലാണെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പൂർണ്ണമായും പ്രവർത്തനം നിർത്താൻ കഴിയുമോ? പൊതുജനങ്ങളിൽ നിന്ന് വരുന്ന അടിയന്തര പരാതികളും അപേക്ഷകളും സ്വീകരിക്കാനുള്ള ഭരണപരമായ ഉത്തരവാദിത്തം തുടരുമോ? അല്ലെങ്കിൽ ഭരണമാറ്റ നടപടികളുടെ ഭാഗമായി ചില സേവനങ്ങൾ താൽക്കാലികമായി തടസ്സപ്പെടുന്നത് സ്വാഭാവികമാണോ? ഇതൊക്കെ ഇപ്പോൾ പൊതുജനങ്ങൾ ചോദിക്കുന്ന ചോദ്യമാണ്. അതേസമയം പൊതുഭരണ വകുപ്പ് നൽകിയ വിശദീകരണത്തെ പ്രതിപക്ഷവും പൊതുപ്രവർത്തകരും വ്യത്യസ്ത രീതിയിൽ വിലയിരുത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഭരണമാറ്റത്തിന്റെ മറവിൽ ഭരണപരമായ ഗുരുതര വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നതും സർക്കാർ ജീവനക്കാരുടെ സേവനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നതും അന്വേഷണത്തിലൂടെയാണ് വ്യക്തത വരേണ്ടത്. നിലവിൽ ഈ വിഷയത്തിൽ പൊതുഭരണ വകുപ്പിന്റെ വിശദീകരണവും പരാതിക്കാരന്റെ ആരോപണങ്ങളും മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ആരോപണങ്ങളിൽ ബന്ധപ്പെട്ട മറ്റ് അധികാരികളുടെയോ ജീവനക്കാരുടെയോ ഔദ്യോഗിക പ്രതികരണങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് വിഷയത്തിൽ കൂടുതൽ വ്യക്തത ലഭിക്കാനാണ് സാധ്യത. അന്വേഷണം പ്രഖ്യാപിക്കുമോ അല്ലെങ്കിൽ ഈ വിശദീകരണത്തിൽ തന്നെ സർക്കാർ നിലപാട് അവസാനിപ്പിക്കുമോ എന്നത് ഇനി ശ്രദ്ധിക്കപ്പെടുന്ന കാര്യവുമാണ്. ഭരണ നടപടികളിലെ സുതാര്യതയും പൊതുജനങ്ങളുടെ പരാതികൾ സമയബന്ധിതമായി പരിഗണിക്കപ്പെടുന്നതുമാണ് ഈ വിവാദം വീണ്ടും ചർച്ചയാകുന്ന പ്രധാന വിഷയം.